നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. അർണബ് ഗോസ്വാമിയുടെ ചാനൽ ചർച്ചകൾ അതിരുവിട്ടുള്ള ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും പ്രശസ്തമാണ്. അർണബിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായതൊന്നും സ്വീകാര്യമല്ല, അല്ലെങ്കിൽ രൂക്ഷമായി ആക്രമിക്കപ്പെടും എന്നത് തന്നെയാണ് ചർച്ചകളുടെ പൊതു സ്വഭാവം. 2015 ഇത്തരമൊരു ചർച്ചയ്ക്ക് ശേഷം അഭിഭാഷകയായ വൃന്ദ ഗ്രോവറും മനുഷ്യാവകാശ പ്രവർത്തകയായ കവിതാ കൃഷ്ണനും ടൈംസ് നൗ ചാനൽ ബഹിഷ്കരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് അർണബിന്റെ വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കേട്ട ചർച്ചയിൽ പങ്കെടുത്തവർ ഒരു തുറന്ന കത്തും എഴുതിയിരുന്നു. തുടക്കം മുതലേ ആക്ടിവിസ്റ്റുകൾക്ക് അവരുടെ വീക്ഷണങ്ങൾ പറയാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നുവെന്നും വിദ്വേഷ പ്രസംഗം മാത്രമായിരുന്നു അഴിച്ചുവിട്ടതെന്നും അതിൽ പറയുന്നുണ്ട്. ആക്ടിവിസ്റ്റുകളെ തുടർച്ചയായി ദേശദ്രോഹികളെന്നും ദേശവിരോധികളെന്നും മുദ്ര ചാർത്തുന്നതും വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ ഒരു പ്രമുഖ ചാനലിലൂടെ ഉപയോഗിക്കുന്നതും ഗൗരവമുള്ള അനന്തര ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും ആ കത്തിൽ പറയുന്നു. ടൈംസ് നൗ ചാനൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അർണബിന്റെ ന്യൂസ് അവറിലൂടെയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. തന്റെ അഭിപ്രായങ്ങൾ പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു അർണബ് തന്റെ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരുന്നത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വന്നിരുന്നെങ്കിലും അർണബ് ഇന്ത്യൻ വാർത്താ മാധ്യമ രംഗത്തെ അതികായനായി മാറി. സ്വയം ഒരു ബ്രാൻഡായി മാറിയ അർണബ് ടൈംസ് നൗവിനേക്കാൾ വളർന്നു എന്നതായിരുന്നു സത്യം. അപ്പോഴും തന്റെ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് അയവ് വരുത്താൻ തയ്യാറായിരുന്നില്ല അർണബ്. ഇതാണ് ജേർണലിസം എന്ന് പറയാതെ പ്രഖ്യാപിക്കുന്നത് പോലെയായിരുന്നു അർണബും സംസാരിക്കാൻ അവസരം കിട്ടാത്ത ചർച്ചാ പങ്കാളികളും ഉൾപ്പെട്ട ന്യൂസ് അവർ. ടൈംസ് നൗവിൽ നിന്നും അർണബ് രാജിവെച്ചപ്പോൾ അത് വലിയ വാർത്തയായിരുന്നു. ഒരു ജേർണലിസ്റ്റ് രാജിവെച്ചു എന്ന് കേൾക്കുമ്പോൾ അമ്പരപ്പുണ്ടാക്കുന്ന വിധം എന്ത് മാതൃക വിദ്യയാണ് അർണബിന്റെ പക്കലുണ്ടായിരുന്നത്. തന്റെ വാദങ്ങൾ ശരിയാണെന്ന് ഏത് വിധേയനെയും സ്ഥാപിക്കാനുള്ള വാശിയും അതിനുവേണ്ടി ഏതു പരിധിയും കടക്കാനുള്ള ആവേശവും തന്നെയായിരിക്കും അർണബ് എന്ന ബ്രാൻഡിന്റെ വിജയരഹസ്യം. ചാനൽ ചർച്ചകളിൽ ഒന്നുകിൽ ദേശസ്നേഹി അല്ലെങ്കിൽ ദേശദ്രോഹി എന്ന രണ്ടു പക്ഷങ്ങളെ നിർമ്മിച്ചെടുക്കാൻ അർണബിന് സാധിച്ചു. അറിഞ്ഞോ അറിയാതെയോ ആ കുരുക്കിൽ വീഴുകയായിരുന്നു പ്രേക്ഷകർ. നല്ല ജേർണലിസം, ചീത്ത ജേർണലിസം എന്നതൊന്നും പ്രേക്ഷകർക്ക് താല്പര്യമുള്ള വിഷയമല്ല. അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അർണബ് തീരുമാനിക്കുന്നു. അതനുസരിച്ച് ചർച്ചകൾ ആസൂത്രണം ചെയ്യുന്നു. ഇതാണ് അർണബിന്റെ തത്വം. അങ്ങനെ സ്വന്തം ഇടം കിട്ടിയ അർണബ് തന്റെ രീതിശാസ്ത്രത്തിനെ മുഴുവൻ ഊക്കോടും കൂടി അഴിച്ചുവിടുന്ന കാഴ്ചയായിരുന്നു കോൺഗ്രസ് വക്താവ് ബ്രിജേഷ് കലപ്പയ്ക്കെതിരെ നടത്തിയത്. പുഴുവെന്നും വാലാട്ടിപ്പട്ടി എന്നുമല്ല ലക്ഷക്കണക്കിന് ജനം കാണുന്ന ചർച്ചയിൽ ഉപയോഗിക്കാൻ അർണബിന് ഒരു മടിയും തോന്നിയില്ല. താൻ വെട്ടിപ്പിടിച്ച സാമ്രാജ്യത്തിൽ തന്റെ നിയമം നടപ്പിലാക്കും എന്ന ഉറച്ച തീരുമാനമായിരുന്നു അർണബിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നത്. ജേർണലിസത്തിന്റെ മൂല്യങ്ങൾ അർണബ് കുഴിച്ചുമൂടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് മാധ്യമപ്രവർത്തനം എന്ന മേഖല മൊത്തമായിട്ടാണ്. താൻ മാതൃകയായ ജേർണലിസമാണ് ഉന്നതമെന്ന് അർണബ് ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കേണ്ടതാണ് ആ ധാരണ. ഏതായാലും ടൈംസ് നൗവിൽ നിന്ന് രാജിവെച്ച അർണബ് തന്റെ പുതിയ ചാനൽ സംരംഭമായ റിപ്പബ്ലിക് ടിവിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. അപ്പോൾ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.